തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഉപയോഗത്തിനായി കെഎസ്ആർടിസിയുടെ 24 ലോ ഫ്ലോർ ബസ്സുകൾ വാടകയ്ക്ക് നൽകും. ഇന്ധനക്ഷമതയില്ലാത്ത ബസ്സുകളാണ് വിട്ടുനൽകുക. ഇതുവഴി കെഎസ്ആർടിസിയിൽ കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. യാത്രക്കാരെ വിമാനത്താവളത്തിലെത്തിക്കുന്നതിനായി ആദ്യഘട്ടമായി വോൾവോയുടെ നവീകരിച്ച ഒരു AC ലോ ഫ്ലോർ ബസ്സാണ് കൈമാറിയിട്ടുള്ളത്. ഉടൻ തന്നെ 2 ബസ്സുകൾ കൂടി വിട്ടുനൽകും. വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയായ ബേർഡ് ഗ്രൂപ്പുമായി KSRTC ഇതു സംബന്ധിച്ച കരാർ ഒപ്പിട്ടു. കരാർ കമ്പനിയുടെ ആവശ്യപ്രകാരം കൂടുതൽ ബസ്സുകൾ രൂപമാറ്റം വരുത്തി വിമാനത്താവളത്തിലെ സർവീസിനായി ഉപയോഗിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായാണ് വിമാനത്താവളത്തിനകത്ത് KSRTC ബസ്സുകൾക്ക് സർവീസിനുള്ള അനുമതി ലഭിക്കുന്നത്. കമ്പനി മാസവാടകയായി നിശ്ചയിച്ച തുക കോർപ്പറേഷന് നൽകാനാണ് തീരുമാനം. ബസിന്റെ അറ്റകുറ്റപ്പണികളും കമ്പനി ചിലവിൽ നടത്തും. വിമാനത്താവളത്തിലെ സർവീസ് വഴി മികച്ച വരുമാനം KSRTCക്ക് ലഭ്യമാകും. KSRTC ബജറ്റ് ടൂറിസം സെല്ലിലാണ് ബസ്സുകളുടെ മേൽനോട്ട ചുമതല. ചെന്നൈ, കോയമ്പത്തൂർ, നെടുമ്പാശ്ശേരി, ബാംഗ്ലൂരു അടക്കമുള്ള വിമാനത്താവളങ്ങളിലേക്ക് 23 ബസ്സുകൾ കൂടി ബേർഡ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.